കുറവൻമലയ്ക്കും കുറത്തിമലയ്ക്കും ഇടയിലൂടെ പാഞ്ഞൊഴുകുകയായിരുന്ന പെരിയാറിനെ പിടിച്ചുകെട്ടി തളച്ചിടുകയായിരുന്നു ഇടുക്കി അണക്കെട്ടില്. പെരിയാറിന്റെ കുതിച്ചുപായലിനെ തടയാന് ഇടുക്കി അണക്കെട്ടിന് ഒറ്റയ്ക്ക് കഴിയാത്തതിനാല് ചെറുതോണി പുഴയില് ചെറുതോണി അണക്കെട്ട് നിർമ്മിച്ചു. ഈ രണ്ട് അണക്കെട്ടുകൾക്കൊപ്പം കുളമാവ് അണക്കെട്ട് കൂടി ചേരുന്നതാണ് ഇടുക്കി ജലവൈദ്യുതി പദ്ധതി. 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജലസംഭരണി, 6000 മീറ്ററിലധികം നീളമുള്ള വ്യത്യസ്ത വലുപ്പത്തിലെ തുരങ്കങ്ങള്, മലതുറന്ന് നിർമ്മിച്ച ഭൂഗർഭ വൈദ്യുതി നിലയം ഇങ്ങനെ അനവധി പ്രത്യേകതകൾ ഇടുക്കി ജലവൈദ്യുതി പദ്ധതിക്കുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ നിന്ന് മൂലമറ്റം വൈദ്യുതി ഉൽപ്പാദന നിലയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് മലതുറന്നുണ്ടാക്കിയ തുരങ്കത്തിലൂടെയാണ്. തുരങ്കത്തില് വെള്ളം എത്തിക്കുന്നതിന് അണക്കെട്ടിനുള്ളിലായി പ്രവേശന ഗോപുരമുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി അണക്കെട്ടില് വെള്ളം നിറച്ചതിനുശേഷം ഈ പ്രവേശന ഗോപുരം എന്നും വെള്ളത്തിനടിയിലാണ്. 1968 ഫെബ്രുവരി 17 അണക്കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങള് ആരംഭിച്ചു. 1976 ഫെബ്രുവരി 12 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിനിടെ 83 പേർക്ക് ജീവഹാനിയുമുണ്ടായി. മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ജെ. ജോണാണ് ഇടുക്കി പദ്ധതിയുടെ സാധ്യതയെപ്പറ്റി 1932 തിരുവിതാംകൂര് സർക്കാരിനെ അറിയിച്ചത്. അതിന് അദ്ദേഹത്തിന് വഴികാട്ടിയായത് പ്രദേശവാസിയായ കരുവെള്ളായന് കൊലുമ്പന് എന്ന ആദിവാസിയും. പദ്ധതിയെക്കുറിച്ച് 1937 പഠനം നടന്നെങ്കിലും കാര്യങ്ങള് മുന്നോട്ടുപോയില്ല. 1947 പ്രാഥമിക റിപ്പോർട്ടായി. 1957 കേന്ദ്ര ജലവൈദ്യുതി കമ്മീഷന് പഠനം ആരംഭിച്ചു. 1963 പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി ലഭിച്ചു. 1966 ഇടുക്കി പദ്ധതിക്ക് 78 ലക്ഷം കനേഡിയൻ ഡോളറിന്റെ സഹായവും 115 ലക്ഷം കനേഡിയൻ ഡോളറിന്റെ ദീർഘകാല വായ്പയും അനുവദിച്ചു. ഇടുക്കി അണക്കെട്ടിന്റെയും ഭൂഗർഭ വൈദ്യുതി നിലയത്തിന്റെയും നിർമ്മാണ ചുമതല കാനഡയ്ക്കായിരുന്നു. ഇടുക്കിയിൽ അണക്കെട്ട് നിർമ്മിക്കണമെങ്കിൽ പെരിയാറിനെയും ചെറുതോണി അണക്കെട്ട് നിർമ്മിക്കാന് ചെറുതോണി ആറിനെയും വഴി തിരിച്ചുവിടണമായിരുന്നു. ചെറുതോണി പുഴയില് ഒരു താൽക്കാലിക അണക്കെട്ട് നിർമ്മിച്ച്, രണ്ട് പുഴകൾക്കും ഇടയിലുണ്ടായിരുന്ന കുന്നിലൂടെ തുരങ്കം നിർമ്മിച്ച് ചെറുതോണിയെ പെരിയാറിലേക്കൊഴുക്കി. പെരിയാറിലും ഒരു താൽക്കാലിക അണക്കെട്ട് നിർമ്മിച്ചു. കമാനത്തിന്റെ ആകൃതിയാണ് ഇടുക്കി അണക്കെട്ടിന്. ഇന്ത്യയിലെ ഏക ആർച്ച് ഡാം. 2000 ദശലക്ഷം ടണ്ണോളം വെള്ളം സംഭരിക്കാന് കഴിയുന്ന അണക്കെട്ടിന്റെ മർദ്ദം താങ്ങാന് കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ മാതൃകയെന്ന നിലയിലാണ് ആർച്ച് ഡാം പണിതത്. വെള്ളം നിറയുമ്പോള് പുറത്തേക്ക് അല്പം തള്ളുന്ന രീതിയിലാണ് അണക്കെട്ടിന്റെ ഘടന. നിർമ്മാണത്തിനായി 4,64,000 ഘനമീറ്റർ കോൺക്രീറ്റ് ഉപയോഗിച്ചു. ഇടുക്കി അണക്കെട്ടില് ജലം സൃഷ്ടിക്കുന്ന മർദ്ദം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനു പ്രത്യേക നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. അണക്കെട്ടിന്റെ വലതുകരയില് കുറത്തിമലയ്ക്കുള്ളില് അണക്കെട്ടിലേക്കിറങ്ങാനായി 13 അടി വ്യാസത്തിലും 550 അടി ഉയരത്തിലും പാറ തുറന്ന ലിഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അണക്കെട്ടിനുള്ളിൽ വ്യത്യസ്ത നിലകളിലായി ഇൻസ്പെക്ഷന് ഗ്യാലറികളുമുണ്ട്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിലെ ഏറ്റവും പ്രധാന ഘടകമാണ് ചെറുതോണി അണക്കെട്ട്. ഗ്രാവിറ്റി ഡാമായതിനാല് ഇടുക്കി അണക്കെട്ടിനേക്കാള് കോൺക്രീറ്റ് ചെറുതോണി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അണക്കെട്ടിന്റെ ഉയരം 138.38 മീറ്റർ. നീളം 650.90 മീറ്റർ. അടിയിലെ വീതി 107.78 മീറ്ററും മുകളിലെ വീതി 7.32 മീറ്ററും. ആകെ 39 ബ്ലോക്കുകളുള്ള അണക്കെട്ടില് 4 നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ഇടുക്കിയിലെ അണക്കെട്ടിലൂടെ മാത്രം പെരിയാറിനെ തടഞ്ഞു നിർത്താന് കഴിയില്ല. ഇടുക്കി അണക്കെട്ട് മാത്രമാണെങ്കില് ചെറുതോണി പുഴയിലൂടെ ജലം കവിഞ്ഞൊഴുകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനും കൂടുതല് ജലം സംഭരിക്കാനുമാണ് ചെറുതോണി അണക്കെട്ട് നിർമ്മിച്ചത്. കുറവൻമലയിലെ പാറയാണ് 2 അണക്കെട്ടുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. 3 അണക്കെട്ടുകളുടെയും മുകഭാഗം ഒരേ തലത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 736.09 മീറ്റർ. ഇടുക്കിയിലും ചെറുതോണിയിലും സംഭരിക്കുന്ന ജലം കുളമാവ് വരെ വ്യാപിച്ചു കിടക്കുന്നു. മൂവാറ്റുപുഴയാറിന്റെ പോഷകനദിയായ കിളിവള്ളി വരെയെത്തുന്ന ജലസംഭരണി കിളിവള്ളിത്തോടിന് കുറുകെ പണിത കുളമാവ് അണക്കെട്ടുകൊണ്ടാണ് തടഞ്ഞു നിർത്തുന്നത്. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയിലെ ഏറ്റവും ചെറിയ അണക്കെട്ടാണിത്. 1966 നിർമ്മാണം ആരംഭിച്ച് 1969 മൂന്നിലൊന്ന് നിർമ്മാണം പൂർത്തിയായെങ്കിലും തൊഴില് പ്രശ്നങ്ങള് കാരണം പണി തടസ്സപ്പെട്ടു. 1975 കോൺക്രീറ്റ് ചെയ്യുന്ന പണികള് ആരംഭിച്ചു. ഡാമിന് അടിത്തറയിൽ നിന്ന് 100 മീറ്റർ ഉയരമുണ്ട്. 16 ബ്ലോക്കുകളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ടിലെ വെള്ളം മൂലമറ്റത്തെ ഭൂഗർഭനിലയത്തിലുള്ള കേന്ദ്രത്തിലെത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്.
ഭൂഗർഭ തുരങ്കങ്ങളിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. തുരങ്കത്തിലേക്ക് വെള്ളം കടക്കുന്ന സ്ഥലത്ത് ഒരു പ്രവേശന ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട്. ഗോപുരത്തെയും തുരങ്കത്തെയും 7.01 മീറ്റർ വലുപ്പമുള്ള കോൺക്രീറ്റ് കുഴൽ വഴി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡില് 153 ഘനമീറ്റർ വെള്ളമാണ് കുഴലിലൂടെ പ്രവഹിക്കുന്നത്. പ്രവേശന ഗോപുരത്തിന് 30 മീറ്റർ ഉയരവും മുകളില് 17.88 മീറ്റർ വ്യാസവുമുണ്ട്. മുകള് ഭാഗം കോൺക്രീറ്റ് കൊണ്ട് മൂടിയിരിക്കുന്ന ഇതിന്റെ വശങ്ങളിലൂടെയാണ് വെള്ളം തുരങ്കത്തിലേക്ക് പോകുന്നത്. എപ്പോഴും വെള്ളത്തില് മുങ്ങിയ നിലയിലായിരിക്കും പ്രവേശന ഗോപുരം. തുരങ്കത്തിലൂടെ ജലം മൂലമറ്റം പവർഹൗസിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന മർദ്ദം കുറക്കാന് നാടുകാണി മലതുറന്ന് സർജ് ഷാഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ജലത്തെ നിയന്ത്രിക്കുന്നതിന് ബട്ടർഫ്ലൈ വാൽവ് ചേംബറുണ്ട്. നാടുകാണി മലയ്ക്കുള്ളിൽ 750 മീറ്റർ താഴ്ചയിലാണ് മൂലമറ്റം വൈദ്യുതി നിലയം നിർമ്മിച്ചിരിക്കുന്നത്. 84,000 ഘനമീറ്റർ പാറയാണ് ഇതിന്റെ നിർമ്മാണത്തിനായി തുറന്നു മാറ്റിയത്. ഇവിടേക്കുള്ള പ്രവേശനം കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. വൈദ്യുതി ബോർഡിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജീവനക്കാർക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. വൈദ്യുതി നിലയത്തിലേക്ക് എത്താനുള്ള കമാനാകൃതിയിലുള്ള തുരങ്കത്തിന് 600 മീറ്റർ നീളമുണ്ട്. ഇടുക്കി അണക്കെട്ടിൽ നിന്നും തുരങ്കം വഴി വൈദ്യുതി നിലയത്തിലേക്കെത്തുന്ന വെള്ളമാണ് ജനറേറ്ററുകളുടെ ടർബൈൻ കറക്കുന്നത്. മിനിറ്റില് 375 പ്രാവശ്യമാണ് കറക്കം. 6 ജനറേറ്ററുകളാണ് നിലയത്തിൽ. ഉൽപ്പാദിപ്പിക്കേണ്ട വൈദ്യുതിയുടെ അളവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കും. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ട്രാൻസ്ഫോമറുകളിൽ നിന്ന് സ്വിച്ച് യാർഡിലേക്കെത്തുന്നത് പ്രത്യേക കേബിളുകൾ വഴി. കേബിളുകൾക്കായി 2 തുരങ്കങ്ങള് ഭൂഗർഭ നിലയത്തിൽ നിന്ന് സ്വിച്ച് യാർഡിലേക്ക് നിർമ്മിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനായി ഭൂഗർഭ നിലയത്തിനകത്ത് ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിനുശേഷം ടർബൈനുകളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ജലം വിവിധ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നൽകുക.